നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയും കൂടി വരികയാണ്. പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ സർവേയും പ്രവചനവും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ചില മണ്ഡലങ്ങളിലൊക്കെ ആ സർവേയും പ്രവചനവും ഒക്കെ തെറ്റുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ പ്രധാന ചില മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി 3-ാം സ്ഥാനം പോകുമെന്നാണ്. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് വോട്ടർമാരിൽ നിന്ന് ശേഖരിച്ച വിവരം അനുസരിച്ച് സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ട്. BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്ന ഒരിടം കൂടിയായി തൃശ്ശൂർ മാറുന്നു എന്നുള്ളതാണ്. ഈ തൃശ്ശൂരിലെ വോട്ടർമാരുടെ കാര്യമെന്ന് പറയുന്നത് അവർ വളരെ സൂക്ഷ്മതയോടാണ് നീങ്ങുന്നത്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും മുന്നണികളും വളരെ കൃത്യതയോടുകൂടിയാണ് പോകുന്നത്. കാരണം ഈ അമിട്ടുണ്ടാക്കുന്നതിനൊരു പ്രത്യേക കയ്യളവുണ്ട്. അത് കൃത്യമായ രീതിയിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ കുഴിയിലിരുന്ന് പൊട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് വിടുമ്പോൾ ചിലപ്പോൾ വഴിയിൽ പൊട്ടും. അതിനൊരളവുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെക്കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ടാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. ഇതിന് തൃശ്ശൂരിനൊരു പൂർവ്വചരിത്രമുണ്ട്. നമ്മുടെ പണ്ഡിതരാജനായ ജോസഫ് മുണ്ടശ്ശേരിയെ തോൽപ്പിച്ച ഇടം കൂടിയാണ് തൃശ്ശൂർ. എന്തിന്? ലീഡറും തോറ്റ മണ്ഡലമാണ് തൃശ്ശൂർ. ലീഡറ് തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് VV രാഘവനാണ് തോൽപ്പിച്ചത്. കരുണാകരൻ്റെ തോറ്റ മുഖം പിറ്റേ ദിവസം പത്രത്തിൽ കണ്ടപ്പോൾ തൃശ്ശൂരുകാർ പറഞ്ഞു, ഓ, ലീഡർ ഇത്രയും പാവമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ VV രാഘവന് വോട്ട് ചെയ്യില്ലായിരുന്നു എന്ന്. അപ്പോൾ ഈ തൃശ്ശൂരിൻ്റെ ചിത്രം പലപ്പോഴും ഇത്തരത്തിലാണ് വരുന്നത്. ഗുരുവായൂര്, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ LDFനാണ് കഴിഞ്ഞ തവണ വിജയം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ ജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കണമെന്നില്ല. അതാണ് മണ്ഡല ചരിത്രമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സുരേഷ് ഗോപിക്ക് സാധ്യത കാണുന്നത് ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ നന്നായി ചേർത്ത് നിർത്തുന്നുണ്ട്. അതായത് ക്രൈസ്തവ സമൂഹത്തിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെയും വോട്ട് സമാഹരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് ഈ മണ്ഡലത്തിൽ നിന്ന് അറിയുന്ന വിവരം. ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെയും വോട്ട് ഭിന്നിച്ചു പോകും എന്നുള്ളതാണ് പല പ്രവചനക്കാരും സർവേക്കാരും നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ വടകരയിൽ നിന്ന് K മുരളീധരനെ എന്തിനു വേണ്ടി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു? പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയപ്പോൾ അതിനിട്ട് പകരം വീട്ടാൻ വേണ്ടി തന്നെയാണ് വടകരയിൽ നിന്ന് വണ്ടി കയറ്റി തൃശ്ശൂരിലെത്തിച്ചിരിക്കുന്നത്. കാരണം ഈ മുരളീധരന് കോൺഗ്രസിൻ്റെ ഒരു രക്ഷകനായിട്ട് കേരളത്തിൻ്റെ തെക്കും വടക്കും ഓടി നടക്കുന്ന ഒരാളാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയ്ക്ക് വിട്ടു, വടകരയിൽ നിന്ന് പിന്നീട് നേമത്തേക്ക് കൊണ്ടുവന്നു, ഇപ്പോൾ വടകരയിൽ നിന്ന് പിന്നീട് തൃശ്ശൂരിലേക്കും എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ മുരളീധരൻ അവിടെ ഇറങ്ങിയത് കൊണ്ടാണ് സുരേഷ് ഗോപിക്കുള്ള സാധ്യത മങ്ങുന്നതായിട്ട് ചിലരുടെ കണക്കുകൂട്ടൽ. പക്ഷേ ആ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെയും വോട്ട് കൂടുതൽ ശേഖരിക്കുന്നതിനായിട്ട് BJPക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി വീണ്ടും കേരളത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ എത്തുന്നു. അങ്ങനെ വരുന്നത് കൂടുതലായിട്ട് തൃശ്ശൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ BJPയുടെ പ്രധാന നോട്ടം തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. തിരുവനന്തപുരത്ത് തരൂരിനെ പിന്നിലാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കടന്നുകയറ്റം നടത്തിയിരിക്കുകയാണ്. പന്ന്യൻ രവീന്ദ്രൻ ചിത്രത്തിലും ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ തൃശ്ശൂരിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ പലരും പറഞ്ഞു അങ്ങനെ വിചാരിക്കുന്നത് പോലെ കയറില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞ ഇടത്താണിപ്പോൾ മുന്നേറ്റം കാണുന്നത്. എന്തായാലും 1952 മുതൽ 2019 വരെ നടന്ന 17 തെരഞ്ഞെടുപ്പുകളിൽ 10 പ്രാവശ്യവും വിജയം നേടിയത് ഇടതുപക്ഷമാണ്. 7 തവണ കോൺഗ്രസും ജയിച്ചു.
കഥയിൽ മാറ്റം സംഭവിക്കുന്ന വിചിത്ര നാടകമാണ് ഈ ലോക്സഭാ മണ്ഡലത്തിലെ മത്സരം എന്ന് പറയുന്നത്. കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന ലീഡർ കരുണാകരനെ തോൽപ്പിച്ച ചരിത്രം തൃശ്ശൂരിന് ഉണ്ട്. ലീഡറുടെ മകന് ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേരെയും തോൽപ്പിച്ചത് നമുക്കറിയാം CPIയിലെ രാഘവൻ തന്നെയാണ്. CPMനെയും CPI തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഇടതുപക്ഷം VS സുനിൽകുമാറിനെയാണ് ഇറക്കിയിരിക്കുന്നത്. അതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി സുരേഷ് ഗോപി നേരിടുന്നത്. കാരണം VS സുനിൽകുമാർ അങ്ങനെ നിസ്സാരക്കാരനല്ല. മണ്ഡലത്തെ അറിയുന്ന, മണ്ഡലം അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരല്പം പരിങ്ങലാണ് എന്ന് ഒരു വിഭാഗവും പറയുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീ വോട്ടർമാരുടെ മുഴുവൻ വോട്ട് സമാഹരിക്കുന്നതിന് സുരേഷ് ഗോപിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ യുവ തലമുറയുടെ തന്നെ വോട്ടും കൂടുതൽ സമാഹരിക്കാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കുന്നുണ്ട്. എന്തായാലും മോദി പറഞ്ഞ രണ്ടക്കം ഒരുപക്ഷെ ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരും ആയി മാറും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിത്രം കാണുന്നത്. അപ്പോൾ എന്തായാലും തൃശ്ശൂരിൽ ആരായിരിക്കും അമിട്ട് പൊട്ടിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.